മക്കളെ, ഇന്ന് നമുക്ക് സിരിയാക്കി ബേട്ടി എന്ന സംസ്മരണം, അതായത് ഓർമ്മക്കുറിപ്പ്, മൈത്രേയി കുൽക്കർണി ലേഖികയുടെ ഓർമ്മക്കുറിപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിരിയാക്കി ബേട്ടി, സിരിയയിലെ മകൾ എന്ന സംസ്മരണം. എന്താണ് സംസ്മരണം എന്ന് പറഞ്ഞാൽ? ഓർമ്മക്കുറിപ്പ്. ഇത് ലേഖിക പറയുന്നതായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. സംസ്മരൺ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ മലയാളം സമ്മറി നോക്കാം. മലയാളം സമ്മറിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഇത് ഫുള്ളായിട്ട് മലയാളത്തിൽ, ഈ ക്ലാസ് ഫുള്ളായിട്ട് മലയാളത്തിൽ മാത്രം പറയുന്നതാണ്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ. തുർക്കിയിലെ തിരക്ക് പിടിച്ച എയർപോർട്ടിൽ 6 മണിക്കൂറോളം ഞാൻ വിമാനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ വിമാനത്തിലും കയറാൻ സാധിക്കില്ലെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. അടുത്ത വിമാനം 24 മണിക്കൂറിന് ശേഷമേ ലഭ്യമാവുകയുള്ളൂ. ആദ്യ വിമാനത്തെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. തുർക്കിയിൽ വന്ന് തിരിച്ചു പോവാൻ 6-7 മണിക്കൂർ സമയം ആവശ്യമായ ഏകദേശം 6-7 മണിക്കൂർ സമയം മാത്രമാണ് തുർക്കിയിൽ വന്ന് തിരിച്ചു പോവാൻ വേണ്ടി എടുക്കാറുള്ളത്. പക്ഷേ ഇത്തവണ എങ്ങനെയാണ് ഉണ്ടായത്? ഇന്ന് ഏകദേശം 1 ദിവസം സമയം എടുക്കും. അതിനുവേണ്ടി കുറേ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം 1 ദിവസം സമയം തന്നെ എടുക്കും എന്ന് മനസ്സിലായി. ഞാൻ ആകെ ക്ഷീണിതയായിരുന്നു. വിമാനത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ക്ഷീണം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. വിചിത്രമായ ഒരു വിരസത എന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നു. കൂടാതെ വിമാനം ആണെങ്കിൽ വൈകിക്കൊണ്ടേയിരുന്നു. പുറത്തൊന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചാൽ എൻ്റെ കയ്യിൽ തുർക്കി വിസയും ഇല്ലായിരുന്നു. എനിക്ക് 24 മണിക്കൂർ തള്ളി നീക്കേണ്ടതായിരുന്നു. ഫോണിലെ ചാർജും കഴിഞ്ഞു പോയിരുന്നു. ഇതിനാൽ ഇൻ്റർനെറ്റും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ തുർക്കി എയർപോർട്ടിൽ വിമാനം പ്രതീക്ഷിച്ചിരിപ്പാണ്. തുർക്കി എയർപോർട്ടിൽ വിമാനം പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന വിവരം മാതാപിതാക്കളെ അറിയിക്കാൻ എനിക്ക് വളരെയധികം വിഷമതകൾ നേരിട്ടു. എന്താണ് കാരണം? ആ ഫോണിൽ ചാർജ് ഇല്ല അല്ലേ? എയർപോർട്ടിലെ കടകളിൽ എല്ലാം ഞാൻ വൈഫൈ അന്വേഷിച്ചു. എങ്കിലും ഒരു പരിഹാരവും ലഭിച്ചില്ല. വിമാനം വരുന്നതുവരെ പ്രതീക്ഷിച്ചിരിക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയും എൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല. ഇതിനിടെ ദാഹം മാറ്റാനായി വെള്ളക്കുപ്പിയിലേക്ക് കൈ നീട്ടിയപ്പോൾ വെള്ളവും തീർന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. 4-5 കടകൾക്കിടയിൽ ഒരു ചെറിയ കഫേ ഞാൻ കണ്ടു. ഞാൻ അവിടെ നിന്നും ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി. പണം നൽകാനായി കൗണ്ടറിൽ ചെന്നപ്പോഴാണ് എൻ്റെ കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായത്. ഭാഗ്യത്തിന് വെള്ളത്തിൻ്റെ കുപ്പി ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നില്ല. വേറെ കാർഡുണ്ടെങ്കിലും അതും പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നടന്നില്ല. പണം നൽകാമെന്ന് വെച്ചാൽ കാശും കയ്യിലുണ്ടായിരുന്നില്ല. വെള്ളം കുടിക്കേണ്ട എന്ന് തീരുമാനിച്ച് വെള്ളക്കുപ്പി കടയിൽ തന്നെ വച്ച് ഞാൻ തിരികെ നടക്കാൻ തുടങ്ങി. യാത്രയ്ക്ക് എന്തിന് ഈ ദിവസം ഞാൻ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. അവിടെ ഒരു സ്ഥലത്തിരുന്ന് നാലുപാട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ തോളിൽ ആരോ കൈവച്ചതുപോലെ എനിക്ക് തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പുറകിലായി ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഓവർ കോട്ടിട്ട് വിടർന്ന ചിരിയോടെ നിൽക്കുന്ന സുന്ദരിയായ പെൺകുട്ടി. ഒരു വെളുത്ത ബുർക്കയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. സൗമ്യമായ അവളുടെ കണ്ണുകളിൽ ചിരി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ചിരിയിൽ ഞാൻ ഒരു നിമിഷം എല്ലാം പ്രയാസങ്ങളും മറന്നുപോയി. വെള്ളക്കുപ്പി പെൺകുട്ടി എൻ്റെ നേരെ നീട്ടി. ഇതെടുത്തോളൂ, നിങ്ങൾക്കുള്ളതാണ്, അവൾ പറഞ്ഞു. എന്തു പറയണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് താങ്ക് യു പറഞ്ഞു. ഒരു കവിൾ വെള്ളം കുടിച്ചു. ഒരു കവിൾ വെള്ളവും പെൺകുട്ടിയുടെ ചിരിയും എനിക്ക് മധുരകരമായ അനുഭവം സമ്മാനിച്ചു.
അവളുടെ അടുത്ത് ചെന്നിരുന്നു. അവളുടെ കൈകളിൽ ഒരു ചെറിയ കുട്ടി കൂടി ഉണ്ടായിരുന്നു. കുട്ടിയുടെ കണ്ണുകൾ പൂമൊട്ടുകൾ പോലെ വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടി ഓവർകോട്ട് ധരിച്ചിരുന്നു. കുട്ടിയുടെ കണ്ണുകൾ നാലുപാട് നോക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ താങ്കൾ എവിടേക്കാണ് പോകുന്നതെന്ന് അവരോടായി ചോദിച്ചു. സിറിയയിലെ മാതാപിതാക്കളുടെ അടുത്തേക്കാണ് എന്ന് അവൾ മറുപടി പറഞ്ഞു. മറുപടി കേട്ടതോടെ ഞാൻ നെറ്റിയിൽ കൈവച്ചിരുന്നു പോയി. യുദ്ധത്തിൻ്റെ ഈ സമയത്ത് ഇവരെന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ എൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. അമ്മയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഞാൻ ചെന്നാൽ അമ്മയ്ക്ക് വലിയ സഹായമാകും, അവർ എന്നോടായി പറഞ്ഞു. ഞാൻ ചോദിക്കാതെ തന്നെ അവൾ ഇത് പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് അവളോട് കുറച്ച് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അവളുടെ തൊട്ടടുത്തുള്ള പട്ടണത്തിലെല്ലാം യുദ്ധത്തിൻ്റെ ബഹളമായിരുന്നു. അമ്മ തനിച്ചാണ്. പട്ടണം ശാന്തമാണെങ്കിലും ഡോക്ടറെ കാണാൻ പോകാൻ വളരെ പ്രയാസകരമായിരിക്കും. ഭയത്തിൻ്റെ നിഴലിലായിരുന്നു അവിടെ ജനങ്ങളെല്ലാം ജീവിച്ചിരുന്നത്. വീടിന് പുറത്തിറങ്ങുക വളരെ പ്രയാസകരമായിരുന്നു. എന്നാലും പെൺകുട്ടി മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. വിമാനം ഒഴിച്ച് ടാക്സി, ബസ് യാത്ര തീരെ സുരക്ഷിതമായിരുന്നില്ല. ഒരു അപരിചിതയായ ആളുടെ അടുത്താണ് അവൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പതുക്കെ അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവളുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ 24 മണിക്കൂർ വൈകിയെത്തുന്ന വിമാനത്തെക്കുറിച്ചുള്ള എൻ്റെ ചിന്തയും പ്രയാസവും വെറുമൊരു ഉറുമ്പിന് സമാനമായി എനിക്ക് തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ വൈകിയെത്തുന്ന വിമാനത്തെപ്പറ്റി മാത്രമായിരുന്നു ചിന്ത. മുംബൈയിൽ എത്തിയാൽ അവിടെ എന്നെയും പ്രതീക്ഷിച്ച് കാർ കാത്തു നിൽക്കുന്നുണ്ടാവും. വീട്ടിൽ അച്ഛൻ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. അമ്മയാണെങ്കിൽ എനിക്ക് കഴിക്കാൻ ചൂടുള്ള പോഹ, ഒരു തരം പലഹാരമാണ് പോഹ എന്ന് പറയുന്നത്, പോഹ ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടാവാം. എൻ്റെ പ്രശ്നം വെറും 24 മണിക്കൂറിൻ്റേത് മാത്രമാണ്. എന്നാൽ ഇവളുടേതോ? ഞാൻ ചിന്തിക്കാനായി തുടങ്ങി. കൂടാതെ അവളോടൊപ്പം ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. യുദ്ധഭൂമിയിലേക്ക് അവൾ പോകുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണെങ്കിലും യുദ്ധഭൂമിയിലേക്കാണ് അവൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ അവൾ വളരെ ശാന്തയായിരുന്നു. എൻ്റെ കാർഡ് ഉപയോഗിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിത്തരാനുള്ള മനസ്സു തോന്നിയ വളരെ നല്ല ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പട്ടണത്തിലെ യുദ്ധത്തിൻ്റെ കഥകൾ പ്രചരിക്കാൻ തുടങ്ങി. തകർന്നു വീഴുന്ന വീടുകളും കത്തിച്ചാമ്പലാകുന്ന കെട്ടിടങ്ങളുടെയും ഫോട്ടോ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ആ പട്ടണം തന്നെ തീർത്തും സുരക്ഷിതമല്ലാതായി മാറി. എൻ്റെ കണ്ണുകളിൽ ആ ചെറിയ കുട്ടിയുടെ കണ്ണുകൾ മാറി മറിയാൻ തുടങ്ങി. അവിടെ എത്രത്തോളം മക്കൾ അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാനായി ഉണ്ടാകും? എത്ര പ്രയത്നിച്ചിട്ടും അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത എത്ര പേരുണ്ടാകും? ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് യുദ്ധത്തെക്കുറിച്ച് അടുത്തറിയുന്നത്. നിരവധി കഥകൾ, യുദ്ധത്തിൻ്റെ നിരവധി കഥകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിലും മനസ്സിനെ അലോസരപ്പെടുത്തിയ പല കഥകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിലും ഈ കഥ എൻ്റെ മനസ്സിൽ മായാതെ തന്നെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്രയാണ് സിരിയ കി ബേട്ടി എന്ന സംസ്മരണമുള്ളത്. ഇത് നമ്മൾ ഫുള്ളായിട്ട് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.